സ്റ്റുഡൻറ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് കൃത്യമായ ബോധം ഉണ്ടായിട്ടും അത് ചെയ്യാതെ നീട്ടിവെച്ച് അവസാനം പാനിക്കായി എന്തൊക്കെയോ ചെയ്ത് തട്ടിക്കൂട്ടി ആ പരിപാടി തീർക്കുന്നു. എന്നിട്ട് പിന്നീട് വിചാരിക്കുന്നു എനിക്കിത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. സ്റ്റുഡൻസിന്റെ കേസിൽ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് എക്സാമിന് പഠിക്കാൻ അവസാന നിമിഷം വരെ നീട്ടിവെച്ച് കൊണ്ടുപോവുക. എന്നിട്ടോ അവസാന നിമിഷം ആകെ പാനിക്കായിട്ട് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റൂല, എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോഴായിരിക്കും എനിക്ക് നേരത്തെ തുടങ്ങാമല്ലോ എന്ന് ചിന്തിക്കുക. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഈ വരാൻ പോകുന്ന ക്ലാസ് 8ന്റെ ഓണം എക്സാമിൽ നിങ്ങൾ ഏതെല്ലാം ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് അഥവാ അളവുകളും യൂണിറ്റുകൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ മോഷൻ ആൻഡ് ഫോഴ്സ് അഥവാ ചലനവും ബലവും എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററും. അതുപോലെ തന്നെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെയും 2 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അഥവാ മാറ്റങ്ങളുടെ രസതന്ത്രം, അതുപോലെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്നുള്ള 2 ചാപ്റ്ററാണ് കെമിസ്ട്രിയിലും പഠിക്കാനുള്ളത്. ആൻഡ് ബയോളജിയിലേക്ക് വരുമ്പോൾ അവിടെയും 2 ചാപ്റ്ററാണ്. ഏതൊക്കെയാ? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ് ഗുഡ്നസ്, നട്ടു നനക്കാം നന്മകൾ കൊയ്യാം എന്നുള്ളത്. അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, ജീവന്റെ ഉത്ഭവം ജീവികളുടെയും. ടോട്ടൽ നമുക്ക് ബേസിക് സയൻസിലെ 3 സബ്ജക്റ്റുകൾ കൂടി എടുത്താൽ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ നിന്നും സബ്ജക്റ്റിൽ നിന്നും നമുക്ക് 6 ചാപ്റ്ററുകൾ, ഫിസിക്സിൽ 2, കെമിസ്ട്രിയിൽ 2, ബയോളജിയിൽ 2, ഇങ്ങനെ 6 ചാപ്റ്ററുകളായിരിക്കും പഠിക്കാനുണ്ടാവുക. ആൻഡ് സോഷ്യലിലേക്ക് വരുമ്പോൾ കുറച്ച് വലിയ സിലബസ് തന്നെ പഠിക്കാനുണ്ട്. ടോട്ടൽ 4 ചാപ്റ്ററുകൾ. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ആൻഡ് 3ാമത്തത് മൂവ്മെന്റ്സ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. 4ാമത്തത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കണോമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ആൻഡ് കൂട്ടത്തിലെ കൊമ്പനായിട്ടുള്ള മാത്സിലും നമുക്ക് 4 ചാപ്റ്ററുകളാണ് ഉണ്ടാവുക. അഥവാ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്വയേഴ്സ്, 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ, 3ാമത്തെ ചാപ്റ്റർ ആയ സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ, 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ. മാത്സിന്റെ കേസിലൊക്കെ പ്രത്യേകം എടുത്തു പറയാം, നിങ്ങൾ സാധാരണ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ അവസാന നിമിഷത്തിൽ തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമായിരിക്കും മാത്സ് എന്ന് പറയുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ നേരത്തെ പഠിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മാത്സിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആൻഡ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് along with walk with the granny, 7 ages of man, little things matter, hope is the thing with feathers, and a prescription for life, the day my world changed. ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇംഗ്ലീഷിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഹിന്ദിയിൽ പേഡ് ഓർ അടുത്ത സാധനം എന്താ പേര്, എനിക്ക് ഹിന്ദി വായിക്കാറുണ്ട്, ജൂലിയ ഓർ ലൂന, അതുപോലെ തന്നെ ബാബ ഓർ ബാബ കി ചെടി, ഈ പറയപ്പെടുന്ന 4 ചാപ്റ്ററുകൾ വരെ ആയിരിക്കും ഹിന്ദിയിൽ ഉണ്ടാവുക. അപ്പം ലാംഗ്വേജുകളും കഴിഞ്ഞാൽ മലയാളം സെക്കൻഡിലേക്ക് വരുമ്പോൾ ടോട്ടൽ 3 ചാപ്റ്ററുകളുള്ളൂ. ചെറിയ സബ്ജക്റ്റാണ് മലയാളം സെക്കൻഡ്. കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു ആൻഡ് പെരുമഴയത്ത്. ആൻഡ് ഫസ്റ്റ് ലാംഗ്വേജ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. മലയാളം ഫസ്റ്റ്, ഉറുദു, സംസ്കൃത് പോലുള്ള ഭാഷകൾ എടുത്ത കുട്ടികൾക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അറബിക്കാർക്ക് 2 യൂണിറ്റുകൾ അഥവാ 6 ചാപ്റ്റേഴ്സും ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ ഇനിയും നമ്മുടെ മുന്നിലുള്ള സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി ചോദ്യങ്ങൾ ചെയ്ത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഈസി ആയിട്ട് 8ാം ക്ലാസ്സിൽ എക്സാം മാർക്ക് നേടാം. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രം. അല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന നിമിഷം കടന്ന് കഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഈ പറഞ്ഞ പോലെ എവിടുന്ന് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കും, കൃത്യമായി എങ്ങനെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യും, എവിടുന്ന് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഒരു 1 ക്ലിക്ക് സൊല്യൂഷൻ ആയിട്ട് വി ആർ പ്രസന്റിംഗ് എജുപോഡ് ക്ലാസ് 8 സൂപ്പർ ബാച്ച്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ക്ലാസ് 8 സൂപ്പർ ബാച്ചിലൂടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സുകളാവട്ടെ, ലൈവ് ക്ലാസ്സുകളാവട്ടെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആവട്ടെ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആവട്ടെ, എക്സാംസ് ആവട്ടെ, തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഒരു സ്റ്റുഡൻറ്റിന് വേണോ ആ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായി നമ്മൾ സെറ്റ് ചെയ്ത് തരും വിത്ത് എ പേഴ്സണൽ മെൻറ്റർഷിപ്പ്. നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ പഠിക്കാൻ വേണ്ടി നിരന്തരം പുഷ് ചെയ്യാൻ ഒരു മെൻറ്ററോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിലൂടെ അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്.
ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 30ഓളം ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു സമയത്ത് വെറുതെ പാഴാക്കി കളഞ്ഞ് വെറുതെ ടെൻഷൻ ആവേണ്ട സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പോൾ തന്നെ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, പെട്ടെന്ന് തന്നെ ഫോം ഫില്ല് ചെയ്തോ.